നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൺസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്ന് ഞാൻ മുന്നത്തെ കുറേ കമൻറ്റിൽ കണ്ടിരുന്നു, എന്തായി നിങ്ങളുടെ കൃഷിത്തോട്ടം, മഴയൊക്കെ മാറിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ, വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൃഷിത്തോട്ടത്തേക്ക് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അത് കഴിഞ്ഞ് നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ ഒരു കൃഷിയില്ല, വാഴ മാത്രമേ ഉള്ളൂ നമ്മൾ കൃഷിയായിട്ടുള്ളത്. കോവയ്ക്കൊക്കെ ഞാൻ മാറ്റി വേറെ ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നന്നായിട്ട് തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അപ്പം 1.5 ആഴ്ചയായിട്ട് നമുക്ക് വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി, കൃഷിത്തോട്ടത്തിൽ വെള്ളമൊക്കെ വറ്റി. ഇനി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഹൈറ്റിൽ നമ്മൾ മണ്ണ് ഇങ്ങനെ ബെഡാക്കി ഇട്ടിട്ട് അതിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പയറോ ചീരയോ ഒക്കെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴ പെയ്തെല്ലാം പോയില്ല, അപ്പോൾ ഒന്നും കൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃഷിയിടത്തേക്ക് ഇറങ്ങിയതാണ്. ആദ്യം നമുക്ക് കൃഷിയിടത്തെ പുല്ലൊക്കെ ഫുള്ള് വെട്ടിക്കളയണം. കാരണം മഴ പെയ്തതുകൊണ്ട് തന്നെ വലിയ കാട് പോലെ ഒരുപാട് പുല്ലായിരുന്നു. ഏകദേശം കുറേയൊക്കെ ഞങ്ങൾ വെട്ടി. പിന്നെ ഇനി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ വാഴയ്ക്ക് ഒരു വലിയ ഇങ്ങനെ മണ്ണിങ്ങനെ കൂട്ടിയിട്ടിട്ടുള്ള തട എടുക്കണം. അതായത് ഇനി വെള്ളം വരികയാണെങ്കിൽ ഒലിച്ച് പോകാനുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിപാടിക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് ഈ വാഴയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ തടെടുക്കാന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും വാഴ കൂട്ടമായിട്ട് നടുന്നതാണ്, അല്ലാതെ അതിനായിട്ട് വലിയ പരിചരണമൊന്നും കൊടുക്കാറില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ റൗണ്ടിൽ എടുത്തിട്ട് കുറച്ച് ഹൈറ്റിലാക്കിയിട്ട് ഇങ്ങനെ തടെടുത്ത് കൊടുക്കണം എന്നൊക്കെ. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വേണം ഒക്കെ ഇങ്ങനെ ചെയ്യാൻ. വാഴേൻ്റെ അടിയിൽ കണ്ട കുറച്ച് തടം എടുത്തു. പിന്നെ ഇങ്ങനെ പുറത്ത് കുറച്ച് നല്ല ഹൈറ്റിൽ ഇതുണ്ട്, ഇങ്ങനെ കുറച്ച് ഹൈറ്റിലാണ് ആക്കിയേക്കുന്നത്. ഇല്ല എന്താണെന്നറിയാം, വെള്ളം വാഴേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചീഞ്ഞു പോവുകയാണ്. അപ്പം നല്ല ഹൈറ്റിൽ മണ്ണെടുത്ത് എല്ലാവരും പറഞ്ഞ രീതിക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ഹൈറ്റിൽ മണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഈ വാഴയ്ക്കൊക്കെ ചെയ്യണം. ഇത് ജസ്റ്റ് ഇങ്ങനെ കളച്ചിട്ടിട്ടുള്ളൂ, ഇതിനൊക്കെ ഇനി തടെടുക്കണം. കണ്ടോ, അപ്പം നമ്മുടെ കൃഷിയിടത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇഷ്ടംപോലെ പുല്ലായിരുന്നു, നമ്മളതെല്ലാം കളഞ്ഞു, കുറേ കളഞ്ഞു. ഇതാക്കണേ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള്, ഇവിടെ നമ്മൾ കോവയ്ക്കൊക്കെ നട്ട ഏരിയ ആയിരുന്നു. കണ്ടോ, അവിടെ കുറച്ച് പുല്ല് പച്ചപ്പ് വേറെ കാണില്ലേ. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കാടായിരുന്നു കേട്ടോ. ഇതൊക്കെ വെട്ടി നേരത്തെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ആ ഭാഗത്തതും നമ്മൾ വെട്ടി നേരത്തെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നടുവിൽ കുറച്ച് ബേക്കിൽ ഹസ്ബൻഡ് തടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രാവിലെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കണത്. നമ്മൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ പുല്ലുണ്ട്, ഇതൊക്കെ നമുക്ക് ശരിയാക്കണം. പിന്നെ നമ്മുടെ ചീര ഒക്കെ ഇങ്ങനെ കാട് കയറിപ്പോയി. അതായത് കുറേയൊക്കെ എടുത്തു, ഇവിടുത്തെ ആൾക്കാരും നമ്മളും ഒക്കെ എടുത്തു. ഇപ്പോൾ ഇതിൽ വിത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിത്തൊക്കെ എടുത്ത് നമുക്ക് സൂക്ഷിക്കണം, എന്നിട്ട് വീണ്ടും കൃഷി ചെയ്യണം. എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൃഷി ചെയ്യും, വെറുതെ ഇടേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അവിടെ കുറച്ച് വാഴയും കൂടെ ഉണ്ട്, പിന്നെ ഒരു മാവ്, പേരക്ക ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കാടായിരുന്നു. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമുക്കൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാം, നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ തമാല ഇവിടെ ഭയങ്കരമായിട്ട് പണിയിലാണ് കേട്ടോ. വാഴക്കേൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി ശരിയാക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ പുറത്തായിരുന്നു, നമ്മുടെ കൃഷിയിടത്തിലായിരുന്നു. അവിടുന്ന് വന്ന് നോക്കിയപ്പോൾ തമാല ഇവിടെ തോരനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഓൾറെഡി റെഡിയായി. തമാല ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കത്തോരനാണ്. നമുക്ക് കുറച്ച് വാഴക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് 2-3 വാഴക്ക എടുത്തിട്ട് വാഴക്കത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തേങ്ങയൊക്കെ ഇട്ടിട്ട്. കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉള്ളി ഇടുകയാണ്. പിന്നെ നമുക്ക് കറിവേപ്പിലേൻ്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് കറിവേപ്പില ഉപയോഗിക്കുന്നില്ല കേട്ടോ.
അടുത്തതിലേക്ക് വാഴക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തമ്മലിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടെന്ന് എന്തൊക്കെ ഇടണം എന്നുള്ളത് ഇപ്പോൾ ഒക്കെ പഠിച്ചു കേട്ടോ. അതായത് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അങ്ങനെയൊക്കെ നമ്മൾ അരപ്പൂട് ഇതിൽ ചേർത്തു. ഇനി ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോരൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാണ്. ഉപ്പും കൂടിയുള്ള ആഡ് ചെയ്യാൻ. അപ്പോൾ ലഞ്ചിനുള്ള വാഴക്കത്തോരൻ റെഡി ആയിട്ടോ. ഇനി ഞാൻ ചിരങ്ങേൻ്റെ ഒരു താളിപ്പാണ് ഉണ്ടാക്കുന്നത്. താളിപ്പ് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിരങ്ങ താളിപ്പാണ്. സാധാരണ നമ്മൾ ചീരത്താളിപ്പ്, മത്തൻ്റെ ഇല താളിപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ചിരങ്ങത്താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിരങ്ങ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തമാലയ്ക്ക് അറിയില്ല കേട്ടോ എങ്ങനെ ഉണ്ടാക്കാന്ന്. നമ്മുടെ ഏതൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ പഴയ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്ന കോവക്ക ഉണങ്ങിയതും ഉണക്കി വെച്ചതും അതുപോലെ പാവക്ക ഉണക്കി വെച്ചതൊക്കെ കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു, ആ കഴിഞ്ഞു എന്ന്. കാരണം ഞാൻ 2-3 ബോട്ടിൽസ് ആക്കിയിട്ടാണ്, കുഞ്ഞു ബോട്ടിൽസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 2-3 ആക്കിയിട്ടാണ് ഓരോന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വന്ന് എവിടെയാണ് ആ സാധനം വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. കിട്ടിയ ഒരു ബോട്ടിലിൽ ഞാൻ ആ ബോട്ടിലത്തെ ഫുള്ള് അന്ന് ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഓരോരോ ദിവസം എടുത്തിരുന്നു. അപ്പം അന്ന് കുറച്ച് വീട് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം കഞ്ഞിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കഞ്ഞിക്കൊക്കെ ഞാൻ അത് വർക്കൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു എന്ന്. ഒരു ഓർമ്മ കിട്ടിയില്ല എത്രയും ബോട്ടിൽസിലുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു 10-12 ബോട്ടിൽസ് ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ 2-3 ബോട്ടിൽസിലാക്കിയിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അതിങ്ങനെ ആലോചിച്ചപ്പോൾ അത് എവിടെയാണെന്നിങ്ങനെ തപ്പിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒരു അലമാരയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ വന്ന സമയത്ത് എവിടേക്കോ വെച്ചതായിരുന്നു, അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്നാൽ ഇന്നത്തെ കറിക്ക് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കൊണ്ടാട്ടം ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. ഇത് കോവക്ക ഉണക്കിയ കൊണ്ടാട്ടമാണ്, ഇത് പാവക്ക കൊണ്ടാട്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഈ താളിപ്പുകൾ എല്ലാത്തിൻ്റെയും റെസിപ്പി ഒരേപോലെയാണ്. ഇലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി വട്ടത്തിനരിയുക, ഒരുപാട് കട്ടിയില്ലാതെ വട്ടത്തിനരിയുക. പച്ചമുളക് നടുവേ കീറുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ വേവിക്കാൻ വെച്ച ചിരങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വേവിച്ച ചിരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇലക്കറികളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് വഴറ്റിയതിന് ശേഷം കഞ്ഞീൻ്റെ വെള്ളമാണ് ഉപയോഗിക്കാറ്. നമ്മുടെ ചോറുണ്ടാക്കിയ വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം, അതാണ് ആദ്യം ഇടാറ്. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പക്ഷേ ചിരങ്ങ, തക്കാളി അങ്ങനത്തെയൊക്കെയാണ് താളിപ്പ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ എണ്ണയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റിയിട്ട്, എന്താണ് ഇപ്പം നമ്മൾ ചിരങ്ങയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചിരങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം, പാകത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരിക. നമ്മുടെ തമാല ഉണ്ടാക്കിയിട്ടുള്ള തോരനാണ്. പിന്നെ ഇതാ നമ്മളിവിടെ കോവക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞേട്ടനുള്ള ലഞ്ച് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത് വാഴക്ക ചിപ്സാണ് കേട്ടോ. ജിഫ്റ്റർ വന്നപ്പോൾ കുറേ വാഴക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കലക്കി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വാഴക്കേൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതിൽ കിടക്കട്ടെ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേറെ സ്ലൈസർ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ നമ്മുടെ മലാവി ഡയറിയിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഇതുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ലൈസർ കേട് വന്നു പോയി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്തോ സാധനം അതിൽ സ്ലൈസ് ചെയ്തതാണ്. അതിൻ്റെ
ഇത് പൊട്ടിപ്പോയി, നമ്മുടെ ഉരയ്ക്കുന്ന ആ ഒരു ബ്ലേഡ് ഉണ്ടാവുന്നല്ലോ, അത് ഡാമേജ് ആയിപ്പോയി. അപ്പം ഈ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വട്ടത്തിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ബനാന ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിനി ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്കൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം അല്ലേ. അപ്പം ഇതിലെല്ലാം നല്ലോണം മഞ്ഞ കളറ്, നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ചെറുതായിട്ട് ഉപ്പിൻ്റെ രസമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നുണ്ട്. സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാഴക്കപ്പൊരി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഡയറക്റ്റ് എണ്ണയ്ക്ക് അരിഞ്ഞിട്ടിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക. പക്ഷേ അത് നമുക്ക് ഒരുപാട് ഓയിൽ നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അത്രയ്ക്കൊരു കുറേ ആൾക്കാർ പറഞ്ഞു നേരെ തിരിച്ചൊന്ന് ചെയ്ത് നോക്കാൻ, അതായത് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്ന് അരിഞ്ഞ് നോക്കുന്ന എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാതിരിച്ചിട്ട്, അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിയണത്. സാധാരണ ഞാൻ മറ്റു ചെറുക്കാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി എന്തായാലും വറുത്തെടുക്കാം. തങ്കു ഓടി വാ. തങ്കക്കുഞ്ഞ് വെയിലായതുകൊണ്ട് തങ്കുവിന് ഇപ്പോൾ കളിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക് ഇങ്ങനെ തട എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാഴയ്ക്കും തട എടുക്കണം. ഇത് കണ്ട വെള്ളം നിന്നിട്ട് ഇലയൊക്കെ മഞ്ഞച്ച് പോയി. ഈ ഒരു വാഴ കേട് വന്ന് പോയിട്ടോ. ഇതിങ്ങനെ കേട് വന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇല്ലേ, തങ്കൂനെയും കൊണ്ട് പറമ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഓടി 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 വൻ. തങ്കുമ്മ, അപ്പം നമ്മുടെ ചീരയിലൊക്കെ വിത്തുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറിക്കാൻ പറ്റാതെ അത്രയും ദൂരത്ത് നിന്ന് ചീരയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇഷ്ടംപോലെ വിത്തുകളായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസമായി, ചില കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.